തുമ്പി ആ മാലയില് ആ ലോക്കറ്റ് എന്താ കണ്ണ് കെട്ടാതിരിക്കാനുള്ള സംഭവമാണോ? ഇത് ഒറിജിനൽ അല്ലേ? ഇത് ഒറിജിനൽ അല്ല, ആണോ? ജസ്റ്റ് ഒരു മാല അത്രോ. കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ആരെന്തുണ്ട് എന്തൊരു സംഭവം ഉണ്ട് അതില്. കണ്ണ് കിട്ടാതിരിക്കാനോ അതോ കാണാതിരിക്കാനോ എന്തായിരുന്നാലും ഈ ചോദ്യം ചോദിച്ച ആ ഓൺലൈൻ മീഡിയക്കാരൻ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാലയിലേക്കൊന്നും അല്ല നോക്കിയെന്ന് അറിയാം. അവൻ്റെ ക്യാമറ അങ്ങനെ തന്നെയാണെന്ന് അറിയാം. അവൻ എന്തെങ്കിലും ഇട്ട് ചോദ്യം ചോദിച്ച് ചാനൽ റീച്ച് കിട്ടണം. ഇതുപോലെ തന്നെയാണ് ഡയാന ഹമീദ് എന്ന് പറഞ്ഞ ഒരു രീതി. പണ്ട് കണ്ട് വീഡിയോ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കണ്ടാണ് ഒരു നടി ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. അത് ഡയാന ഹമീദാണെന്ന് തോന്നുന്നത്, ആരാന്ന് എനിക്കറിയില്ല. അപ്പം ഒരു നടി ഇങ്ങനെ ചുറ്റും ഇന്ന് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓൺലൈൻ മീഡിയക്കാരനെ കറക്റ്റ് ഈ ഉള്ളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് വർത്താനം പറഞ്ഞിട്ട് അറിയണ പോലും ഇല്ലായിരിക്കും. ഡയാന പലരും അറിയുന്നില്ല കേട്ടോ. ക്യാമറ ഇങ്ങനെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഈ മാതിരിയുള്ള ചെറ്റത്തരങ്ങളൊക്കെയാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇവന്മാരുടെ മെയിനായിട്ട് കോമാളിത്തരം കാണിക്കല്, പിന്നെ പെൺകുട്ടികൾ അവിടെ ഇവിടെ ക്യാമറ എടുത്ത് വയ്ക്കല്, ഷൂട്ട് ചെയ്യല്. എന്നിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, അതിന് തെറി പറയാൻ അതിനെ വൾഗർ കമൻറ്റ് ചെയ്തും ഇവർക്ക് ശരിക്കും ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഈ മാതിരിയുള്ള കോപ്രാത്തരങ്ങൾ ഇനിയെങ്കിലുമൊക്കെ നിർത്തിക്കൂടെ? മാധ്യമങ്ങളൊക്കെ നല്ലതാണ്, ഇതിലും ഒരുപാട് ഇവരുടെയൊക്കെ പുറകെ പോകാതെ എന്ത് മുക്കിലും മൂലയിലൊക്കെ തന്നെ പാവപ്പെട്ടവരുടെ ജീവിതം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് ജനങ്ങളെ കാണിക്കുക. പാവപ്പെട്ട അത് വേറെ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്, ചെറിയ വൈകല്യം കുറഞ്ഞവരുണ്ട്. അവരുടെ കഴിവുകളൊക്കെ എടുത്ത് നിങ്ങളുടെ ചാനലിലിടുക, അത്യാവശ്യം റീച്ച് കിട്ടും. റീച്ച് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക. അത് ഇവരുടെയൊക്കെ പുറകെ കടന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ആറാട്ടെണ്ണൻ അങ്ങനെ കുറേ എണ്ണങ്ങളുടെ പുറകെ കിടക്കുക. അതപ്പോൾ ഒരുപാട് കഴിവുള്ളവരുണ്ട്, അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. വലിയ ഗ്ലാമറോ ബ്യൂട്ടിയോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് നല്ല പാടുന്ന കഴിവുണ്ടാകും, ചിലപ്പോൾ ഡാൻസ് ചെയ്ത് കഴിവുണ്ടാകും, ഒരുപാട് നല്ല ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അവരെയൊക്കെ പോയി വീഡിയോ പിടിക്കുക, അല്ലാതെ ഇവറ്റകളുടെ ഒന്നും പുറകെ കിടക്കില്ല.